ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ട് തരം എസെൻഷ്യൽ ഓയിൽസിനെയാണ്. ഒന്ന് വെർജിൻ കോക്കനട്ട് ഓയിലും അടുത്തത് കാസ്റ്റർ ഓയിലും. ഇത് തമ്മിൽ എന്തൊക്കെയാണ് പ്രത്യക്ഷത്തിലുള്ള വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ഏതാണ് ഒന്നിനൊന്ന് മെച്ചം, അതായത് വെർജിൻ കോക്കനട്ട് ഓയിലാണോ കാസ്റ്റർ ഓയിലാണോ കൂടുതൽ നല്ലത് നമ്മുടെ ആരോഗ്യത്തിന് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ നമുക്ക് ആദ്യം കാസ്റ്റർ ഓയിലിനെ തന്നെ പരിചയപ്പെടാം. കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് ഒരു ബീൻസ് എടുക്കുന്നത്, അതായത് ആവണക്കെണ്ണ, മലയാളത്തിൽ ആവണക്കെണ്ണ എന്ന് പറയും. ഇത് ഒരു തരം കാസ്റ്റർ ബീൻസ് എടുക്കുന്ന ഒരു തരം വിത്താണത്. അതിനകത്ത് നിന്ന് എടുക്കുന്ന അതിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ആവണക്കെണ്ണയെ കുറിച്ച് പറയുമ്പോൾ ചിരി വരാറുണ്ട്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടില് അത് ഏകദേശം ഒരു 10-15 വയസ്സ് വരെ ഈ ഒരു 6 മാസത്തിലൊരിക്കൽ വയറിളക്കി കളയും എല്ലാവരുടെയും. നമ്മുടെ കുട്ടികളെ എല്ലാവരെയും പിടിച്ചു നിർത്തിയിട്ട് ഈ ആവണക്കെണ്ണ 6 മാസത്തിലൊരിക്കൽ നമുക്ക് വയറിളക്കാനായിട്ട് തരും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കുടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ചവർപ്പും ഛർദ്ദിക്കാനൊക്കെ തോന്നും. അപ്പോൾ വീടിന് ചുറ്റും നമ്മളിങ്ങനെ ഓടി നടക്കും. ഇത് പിടിക്കാൻ വരുമ്പം അമ്മ പിടിക്കാൻ വരുമ്പോഴത്തേക്ക് ഓടും. ഇത് കുടിക്കാൻ ബുദ്ധിമുട്ടാണ്, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. എങ്ങനെയൊക്കെയോ നമ്മൾ ഇറക്കും. പിറ്റേ ദിവസം മുഴുവൻ വയറിളക്കി കളയുക എന്ന് പറയുന്നത് നല്ല ഒരു ചികിത്സാ പദ്ധതിയായിട്ട് അന്ന് എല്ലാവരും അവലംബിച്ചിരുന്ന കാര്യമാണ്. എങ്കിൽ ഇന്നോ ഏതെങ്കിലും കുഞ്ഞിന്റെ വയറിളക്കി കളയുന്നുണ്ടോ? ഇല്ല. ശരിക്കും പറഞ്ഞാൽ അത് വളരെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മള് എന്താ പറയാ, വർഷങ്ങളായിട്ട് കിടക്കുന്ന നമ്മൾ മോഷൻ പോകുമ്പോൾ അതിന്റെ ഒരു 10% അല്ലെങ്കിൽ 20% അവിടെ റീറ്റെയിൻ ചെയ്യും. ബാക്കി വയറിനകത്ത് റെക്ടൽ ഏരിയ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ കുറച്ച് വീതം ബാക്കി നിൽക്കും. അത് യാതൊരു സംശയമില്ല. എല്ലാ ദിവസവും ഫുള്ളായിട്ട് നമുക്ക് ഇവാക്വേഷൻ ഒന്നും നടക്കില്ല, മല നന്നായിട്ട് പോവില്ല. അങ്ങനെയാകുമ്പം ഇതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് പലവിധ അസുഖങ്ങളും ഉണ്ടാകും. കാരണം ഇത് കംപ്ലീറ്റ് വെളിയിൽ പോകേണ്ടതാണ്, പക്ഷെ അത് പോവില്ല. അപ്പോൾ അത് ബാക്കി ഇങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നതാണ് ഈവൻ ക്യാൻസർ വരാനാവട്ടെ, ക്രോണിക് ബാക്കേക്ക് ആവട്ടെ, അതുപോലെ തന്നെ യൂട്രൈൻ പ്രോബ്ലംസ് ആവട്ടെ, ഇതിനെല്ലാത്തിനും കാരണം എന്നുള്ളത് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നതാണ്. തീർച്ചയായും ഈ 6 മാസത്തിലൊരിക്കൽ വയറിളക്കി കളയുന്നതിന്റെ പ്രാധാന്യം ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. കാരണം നമുക്കിങ്ങനെ സ്ഥായിയായിട്ട് നമ്മളുടെ ഫാമിലി തന്നെ, എൻ്റെ ബ്രദേഴ്സ് ആവട്ടെ സിസ്റ്റേഴ്സ് ആവട്ടെ, വലിയ അസുഖങ്ങളൊന്നും ആർക്കും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കൂടെ ആയിരിക്കാം ഇല്ല. അപ്പൊ ഞാൻ ഇപ്പൊ അതിന്റെ സയന്റിഫിക് ബേസിസ് മനസ്സിലാക്കുകയാണ്. ഈ വയറിളക്കി കളയുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആവണക്കെണ്ണ കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും മോഷൻ നന്നായിട്ട് എല്ലാ ദിവസവും പോവുകയും അതല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ചെറിയ മൈൽഡ് ലാക്സേറ്റീവ് കൊടുക്കുന്ന, ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ള കുട്ടികൾക്ക് ഒരു മൈൽഡ് ലാക്സേറ്റീവ് കൊടുക്കുന്നത് എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതിന് ഏറ്റവും പറ്റിയ ഒരു മാർഗം ഈ ആവണക്കെണ്ണയാണെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കൊന്നും അത് കഴിക്കാൻ പറ്റത്തില്ല. ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലാക്സേറ്റീവ് ആണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, ആവണക്കെണ്ണ ഞാൻ ആദ്യം എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതിനകത്ത് റിസിനോളിക് ആസിഡ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാറ്റി ആസിഡ് ഉണ്ട്. അപ്പൊ ഈ ഫാറ്റി ആസിഡ് വയറിനകത്ത് ചെല്ലുമ്പോൾ ഇത് നമ്മുടെ വയറിനകത്ത് ഈ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി, അതായത് കുടലിന്റെ എന്താ പറയാ ഒരു മൊബിലൈസേഷൻ ഉണ്ടല്ലോ, അതിന്റെ നമുക്ക് അങ്ങനെ ഇത് വരുമ്പോഴാണല്ലോ നമ്മൾ ഈ മോഷൻ പോകുന്നത്. നമുക്ക് നന്നായിട്ട് വയറിളകി പോകുന്നത് മോട്ടിലിറ്റി വരുമ്പോഴാണ്. അതിങ്ങനെ പതുക്കെ ചലനം വരും, കുടലിന് ചലനം കൂട്ടും. അതാണ് ഈ റിസിനോളിക് ആസിഡിന്റെ പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ മോഷൻ പോകാനായിട്ട് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ വയറിളകി പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും, നന്നായിട്ട് വയറ് ശുദ്ധമാവും. അതുകൊണ്ട് ഈ കാസ്റ്റർ ഓയിലിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഇറ്റ് ഇസ് എ പൊട്ടന്റ് ലാക്സേറ്റീവ്. വയറിളക്കി കളയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓയിലാണ്, എസെൻഷ്യൽ ഓയിലാണ്. എഡിബിൾ ഓയിലും ആണ്. എഡിബിൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുടിക്കാം, വേറെ കുഴപ്പമില്ല. പക്ഷെ അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞതുപോലെ അത് പിന്നെ വയറിളകി തള്ളും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല.
പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോരോ ഗുണങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഗുണങ്ങളാണുള്ളത് കാസ്റ്റർ ഓയിൽ. അബ്സല്യൂട്ട്ലി ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മളുടെ ഈ കോശങ്ങൾക്കുള്ള വീക്കം കുറയ്ക്കാൻ, ഏതൊരു കോശത്തിന്റെയും വീക്കം കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ മുട്ടുവേദന അല്ലെങ്കിൽ നടുവേദന ഒക്കെ വരുന്ന സമയത്ത് ഈ കാസ്റ്റർ ഓയിലും കുറച്ച് സോഡ പൗഡറില്, ബേക്കിംഗ് സോഡ, അതും കൂടെ എടുത്ത് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഒന്ന് പുരട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഇൻഫ്ലമേഷൻ, വേദനയും ചൂടും ചുവപ്പും ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. അത് ആന്റി ഇൻഫ്ലമേറ്ററി. അപ്പം എഡിബിൾ ഓയിലായിട്ട് ലാക്സേറ്റീവായിട്ട് ഉപയോഗിക്കാം, വയറിളക്കാനായിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തത് ആന്റി ഇൻഫ്ലമേറ്ററി, രണ്ടാമത്തെ ഉപയോഗമാണ്. മൂന്നാമത്തെ ഉപയോഗം ഹെയറിനാണ്. ഈ ഏതൊരു ഹെയർ ഫോളിക്കിളിനെയും വളർത്താൻ ഏറ്റവും സഹായിക്കുന്ന ഒരു ഓയിലാണ് കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ. അതുകൊണ്ട് തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ കണ്ണെഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കരി ഉണ്ടാക്കില്ലേ, ആ സമയത്ത് ഈ ആവണക്കെണ്ണ വെച്ചിട്ടാണ് ഈ കരി ഉണ്ടാക്കിയെടുക്കുന്നത്. പഴയ അമ്മമാരൊക്കെ എനിക്കറിയാം, ഇങ്ങനെ വിളക്കിന്റെ അവിടെ ഇങ്ങനെ അടച്ചു വെക്കും. അപ്പൊ അടച്ചു വെക്കുമ്പോൾ ഈ വിളക്കിന് തിരിയിടുമ്പോൾ ഈ ആവണക്കെണ്ണ ഒഴിച്ചിട്ടാണ് തിരിയിട്ടിട്ട് അത് കത്തി വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ കരി വരും. കമത്തി വെച്ചിരിക്കുകയല്ല, ആ കരി എടുത്തിട്ടാണ് ചാലിച്ചിട്ടാണ് മുഖത്ത് പുരിക എഴുതുന്ന, കണ്ണെഴുതുന്നതൊക്കെ അന്നത്തെ കാലത്ത്. അപ്പൊ ഞാനിതൊക്കെ ഓർക്കുകയാണ്. അപ്പൊ അങ്ങനെ ആവണക്കെണ്ണ ഏറ്റവും നല്ല ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ല ഒരു ഓയിലാണ്. അതുപോലെ പുരികം, അതുപോലെ തന്നെ കൺപീലികളൊക്കെ വളരാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. പിന്നെ ഫേസിന്റെ കാര്യം എടുത്ത് നന്നായിട്ട് ആന്റി റിങ്കിൾ പ്രോപ്പർട്ടി ഇതിനുണ്ട്. അതായത് ഇങ്ങനെയുള്ള പാടുകള്, പൊട്ടുകള്, അതുപോലെ തന്നെ വരകള്, കുറികള്, നമ്മളുടെ ചുളിവുകള്, ഇവയൊക്കെ കുറയ്ക്കാൻ ഇതിന് നല്ല കഴിവുള്ള ഒരു ഓയിലാണ് ഈ കാസ്റ്റർ ഓയിൽ. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിന് സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻ കിട്ടും. മോയ്സ്ചറൈസിങ് കപ്പാസിറ്റി ഉണ്ട്. നെയിലിന്, അതുപോലെ തന്നെ ലിപ്സിനൊക്കെ തന്നെയും നല്ല ഒരു ഫുൾനെസ് തോന്നാനും നെയിലിന് കട്ടി ഉണ്ടാവാനും ഇത് വളരെയേറെ സഹായിക്കും. അപ്പോൾ വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഓയിലാണ് കാസ്റ്റർ ഓയിൽ. അമിതമായിട്ട് കുടിക്കാൻ പാടില്ല, കുറച്ച് കുടിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ട് എല്ലാവരും ഇതെടുത്ത് കുടിച്ച് വയറിളക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അത് ശ്രദ്ധിച്ച് വേണം കുടിക്കാൻ, അല്ലെങ്കിൽ വലിയ പ്രോബ്ലം ആകും. പിന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കാസ്റ്റർ ഓയിൽ അതുപോലെ ഞാൻ ഈ കാസ്റ്റർ ഓയിലും വെർജിൻ ഓയിലും ഒക്കെ വെച്ചിട്ടൊരു നല്ല ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നോണ്ട് അറിയില്ല, ഈ ഇടയ്ക്ക് തന്നെ ഞാൻ ചെയ്തത്. കാസ്റ്റർ ഓയിലും ഹെയർ ഓയിലും ഈക്വലായിട്ട് എടുത്തിട്ട്, ഒരേ അളവിലെടുത്തിട്ട് അടുപ്പ് വെച്ച് തിളപ്പിക്കുമ്പോൾ അതിനകത്തേക്ക് കറിവേപ്പില, ഒരു പിടി കറിവേപ്പില ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അംല പൗഡർ, അതായത് നെല്ലിക്കയുടെ പൊടി ഇട്ടു. അതിൻ്റെ കൂടെ ചെമ്പരത്തി പൂവിൻ്റെ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഭൃംഗരാജ് പൗഡർ. ഭൃംഗരാജ് ഭൃംഗരാജ് എന്ന് പറയുന്നത് കയ്യോന്നിയല്ല, അത് പൊടിച്ച ആ പൊടി ഉണ്ടായിരുന്നു, ഇല പൊടിച്ചെടുത്തത്, ഉണക്കി പൊടിച്ചത്, അതും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കരിഞ്ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു, ഉലുവ ചേർത്തിട്ട്, ഇങ്ങനെ കുറേ എസെൻഷ്യൽ ആയിട്ടുള്ള നല്ല ചേരുവകളുടെ ഒരു സങ്കലനമാണ് ആ ഓയില്. അത് അന്ന് ഞാൻ തയ്യാറാക്കി പലരും എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ ഇനി ആലോചിക്കുന്ന അങ്ങനത്തെ ഒരു ഓയിലും കൂടെ ഇറക്കണമെന്നാണ്. നമ്മൾ ഒനിയൻ ഓയിലാണ് ഇപ്പൊ കൊടുക്കുന്നത്. അപ്പൊ ഈ ഓയിലും നമുക്ക് പേഷ്യൻസിന് വേണ്ടി കൊടുക്കാൻ, നമ്മൾ മാർക്കറ്റിൽ ഇറക്കാറില്ല, പേഷ്യൻസിന് ആവശ്യമുള്ളവർക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കാസ്റ്റർ ഓയിലിന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് വാങ്ങിക്കുമ്പോൾ ഓർഗാനിക് കാസ്റ്റർ ഓയിൽ വാങ്ങിക്കണം. ആമസോണിൽ അവൈലബിൾ. ഞാൻ അതിനകത്ത് നിന്നാണ് ഇത് വാങ്ങിച്ചത്, ബയോ ഓർഗാനിക് കാസ്റ്റർ ഓയിൽ. അപ്പൊ ഇത് ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് വാങ്ങിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സ്കിന്നിന്, സ്കാൽപ്പിന്, അതുപോലെ തന്നെ തലയില് താരന് ഏറ്റവും നല്ലതാണ്. താരൻ നന്നായിട്ട് പോകും. വളരെ എല്ലാ ദിവസവും ലേശം ഇതിന് കുറച്ച് കട്ടി ആയതുകൊണ്ട് തന്നെ ഇതൊരു മിക്സ് ചെയ്തിട്ട് ഈ ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇതിനോടൊപ്പം വെർജിൻ കോക്കനട്ട് ഓയിലും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോസ്മേരി ഓയിൽ, അതും ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതെല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് മിക്സ് ചെയ്ത് പുരട്ടുന്ന ഏറ്റവും നല്ലതായിരിക്കും. എന്താന്ന് പറയുക, ഇതിന് കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് ശരിക്കും ഇതിനോടൊപ്പം കുറച്ച് വെർജിൻ ഓയിലും കൂടെ ചേർത്ത് ചെയ്യുന്നതായിരിക്കും എല്ലാം കൊണ്ടും നല്ലത്. ഓക്കെ. പിന്നെ ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ കാര്യം നിങ്ങൾക്ക്, എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. വെർജിൻ കോക്കനട്ട് ഓയിലിനെ കുറിച്ച്, അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എങ്കിൽ കൂടിയും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഇതാണ് സത്യം പറഞ്ഞാൽ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ഓയിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് തന്നെ ഞാൻ പറയും. കാരണം തേങ്ങയുടെ
പച്ചത്തേങ്ങയുടെ പാലിൽ നിന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കുന്ന കോൾഡ് പ്രസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ. അതാണ് ഒരു ഔഷധമാണ് നമ്മുടെ ശരീരത്തിന്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൊളസ്ട്രോളിനെ പറ്റി പഠിക്കുമ്പോൾ അതിനകത്ത് ലിപ്പിഡ് പ്രൊഫൈൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ലിപ്പിഡ് പ്രൊഫൈലിൽ പല ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ അതില് HDL, LDL, VLDL, ട്രൈഗ്ലിസറൈഡ്, ടോട്ടൽ കൊളസ്ട്രോൾ, ഇങ്ങനെയാണല്ലോ പ്രധാനമായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ HDL ആണ് ഏറ്റവും നല്ല കൊളസ്ട്രോൾ എങ്കിൽ VLDL-ഉം ട്രൈഗ്ലിസറൈഡും ഈ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന ഫാറ്റ്സ് ആണ്. ഫാറ്റ് കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ അത് നമ്മുടെ രക്തക്കുഴലിനകത്ത് അടവുണ്ടാക്കാൻ സഹായിക്കും. അപ്പം അതിന്റെ കണ്ടന്റ് ഇതിനകത്തുണ്ട്. പക്ഷേ HDL എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനകത്ത് വളരെ കൂടുതലായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു ടോട്ടൽ കൊളസ്ട്രോൾ ആണെങ്കിൽ HDL is the one which mobilizes bad cholesterol from the site to the liver. നമ്മുടെ ഏതൊരു ഭാഗത്തിരിക്കുന്ന കൊളസ്ട്രോളിനെയും ഇളക്കിക്കൊണ്ടുപോകും. ഈ ട്രൈഗ്ലിസറൈഡിനെയും VLDL-നെയും ഇളക്കിക്കൊണ്ടുപോകുന്നത് HDL ആണ്. അപ്പൊ HDL കൂടുതലായിട്ട് നിൽക്കണമെങ്കിൽ തീർച്ചയായും വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ കഴിക്കണം. നിങ്ങൾ ഒരു മാസം നല്ല ഒറിജിനൽ ആയിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ കഴിച്ചു നോക്കിക്കോ. ട്രൈഗ്ലിസറൈഡും VLDL-ഉം അത് രണ്ടുമാണ് ബാഡ് കൊളസ്ട്രോൾസ്. അത് രണ്ടും താഴെ വരും, HDL മുകളിൽ കയറും. നമുക്ക് വേണ്ടത് അതാണ്. നമ്മുടെ ശരീരത്തിൽ HDL കൂടുതലായിട്ട് വേണം. ട്രൈഗ്ലിസറൈഡും VLDL-ഉം താരതമ്യേന കുറയണം. എന്ന് പറഞ്ഞാൽ എവിടെയും ഇത് പറ്റിപ്പിടിക്കരുത്. അപ്പൊ പറ്റിപ്പിടിക്കാൻ സഹായിക്കുന്ന ട്രൈഗ്ലിസറൈഡും VLDL-ഉം കുറയുകയും HDL കൂടുകയും ചെയ്യുന്ന ഒരു ഏറ്റവും നല്ല എണ്ണയാണ് ഇത്. ഏത്? വെർജിൻ കോക്കനട്ട് ഓയിൽ. അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ സ്ട്രോക്ക്, ഇവയൊക്കെ കുറയ്ക്കാൻ നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കേണ്ട ഒരു എണ്ണയാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. അത് ബ്യൂട്ടിക്ക് വേണ്ടി ഇതിന് നമുക്ക് ഇതുപോലെ തന്നെ ആന്റി റിങ്കിൾ ആണ്. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് ഏറെ സഹായിക്കും. ആന്റി ഡാൻഡ്രഫ് ആണ്, ആന്റി ഫംഗൽ ആണ്, ഫംഗസിനെ മാറ്റാന്. അതുപോലെ തന്നെ ബാക്ടീരിയ, അതുപോലെ വൈറസ്, എല്ലാത്തിനും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എണ്ണയാണ്. സ്ഥിരമായിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ഈ പറഞ്ഞ ടിനിയ കോർപ്പോറിസ് എന്ന് പറയുന്ന ഒരു വട്ടച്ചൊറി ഉണ്ടല്ലോ, അത് ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാല് ഞാൻ വളരെയധികം ഓയിൻമെന്റ്സ് കൊടുത്തു നോക്കി. ഓയിൻമെന്റ്സ് മാറി 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 ആന്റി ഫംഗൽ ഓയിൻമെന്റ്സ് ഒക്കെ കൊടുത്തു നോക്കി. പക്ഷെ വലുതായിട്ടൊന്നും പിന്നെയും അത് വീണ്ടും ചെറിയ തോതിൽ വരുന്നുണ്ട്. ടീനിയ കോർപ്പോറിസ് എന്ന് പറയുന്ന അസുഖമാണ്. അത് ഫംഗസ് ആണ്, ഒരു ഫംഗസ് ആണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ വേര് നമ്മളെ സ്കിന്നിന് അടിയിൽ കിടക്കും. അത് മുകളിലേക്ക് പോകും, പിന്നെ വീണ്ടും അത് കിളിച്ചു വരും എന്തൊക്കെ ചെയ്താലും. അപ്പൊ അവസാനം ഞാൻ ഇത് പുരട്ടി ആണ്, അതുപോലെ ഉള്ളിലും കൊടുത്തു. ഉള്ളിൽ കൊടുക്കാന്ന് പറയുന്നത് സ്ഥിരം നമ്മൾ കഴിക്കുന്നതാണ്, 3 നേരവും ഭക്ഷണത്തിൽ ചേർക്കുകയും പിന്നെ ഇത് പുരട്ടുകയും ചെയ്തപ്പോൾ പൂർണ്ണമായിട്ട് മാറി. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ വളരെ കൂടുതലാണ്. സ്കിന്നിനുള്ള പ്രശ്നങ്ങൾ, ബ്യൂട്ടിക്കാണെങ്കിലും ഹെയറിനാണെങ്കിലും ആന്റി ഡാൻഡ്രഫ് ആണെങ്കിലും ഏകദേശം ഇത് രണ്ടും ഒരേപോലെ നിൽക്കും. പക്ഷേ ആസ് ഫർ ആസ് കൊളസ്ട്രോൾ ഈസ് കൺസേൺ, അത് കൊളസ്ട്രോളിന്റെ കാര്യം വരുമ്പോഴാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. പിന്നെ ഇത് നമ്മുടെ ബ്രെയിൻ ഫുഡ് എന്ന് പറയത്തില്ല, കീറ്റോൺസ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് സ്ഥിരമായി ഇത് കുറച്ചു വീതം കൊടുക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതായിരിക്കും. അവർക്ക് നല്ല എനർജി ലെവൽ ഉണ്ടാവും, നല്ല ബുദ്ധി ഉണ്ടാവും, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി, അസുഖങ്ങൾ വരാതിരിക്കാൻ ഏറെ സഹായിക്കുന്ന ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണിത്. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങൾക്കും ലേശം വീതം കൊടുക്കുക. അതുപോലെ തന്നെ പ്രായമായവരും പറ്റുന്നത് പോലെ കഴിക്കുക. പിന്നെ ഇപ്പൊ ഇത് കഴിക്കാൻ ഇപ്പൊ സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ ഇതിന് വില കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തേങ്ങയില്ലേ, തേങ്ങ നന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. പച്ച തേങ്ങ അതേപോലെ തന്നെ ഒരു 100 ഗ്രാം പച്ചത്തേങ്ങ ദിവസവും കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് ഈ വെർജിൻ ഓയിലിന്റെ ഏകദേശ ഗുണം അതിനകത്ത് കിട്ടും. അത്രയ്ക്ക് ക്വാണ്ടിറ്റിയിൽ ഓയിൽ കിട്ടത്തില്ലെന്ന് തോന്നുന്നു, എങ്കിലും ഒരുവിധം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ HDL ഒക്കെ കിട്ടും. പച്ചയ്ക്ക് തന്നെ കഴിക്കണം തേങ്ങ. പിന്നെ മൂപ്പിക്കരുത്. മൂപ്പിക്കുകയോ തിളപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ അതിന്റെ ഗുണം കുറയും. അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കുക. ഈ കാസ്റ്റർ ഓയിലിന്റെ ഗുണവും വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇത് ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ്. ഓക്കെ, നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.